ഓക്കെ, ഗുഡ് ഈവനിങ്. അപ്പോൾ ഫസ്റ്റ് അർത്ഥം എഴുതുക, മീനിങ്, വേർഡ് മീനിങ് ആണ്. അതിൽ ഒന്നാമത്തത് അർത്ഥം എഴുതുകയാണ്. ഒന്നാമത്തത് അതില് കേൾക്കുന്നില്ലേ? ആർത്തൻ. കേൾക്കുന്നില്ല? മിസ് ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട് മിസ് പറയുന്നത്. വേർഡ് മീനിങ് ആണ്. അതിൽ ആദ്യത്തത് ആർത്തൻ. നല്ല നെറ്റ് ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ആർത്തൻ. അതിന്റെ അർത്ഥം എഴുതണം. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞോട്ടെ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ മക്കളെ. നെക്സ്റ്റ് വൺ ശതാബ്ദം. 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 ഫിനിഷ് ആണോ? കരുനീക്കം. മൂന്നാമത്തത് കരുനീക്കം. 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 രണ്ടാമത്തത് ശതാബ്ദം. എഴുതിയോ? ശതാബ്ദം രണ്ടാമത്തത്. 3 കരുനീക്കം. 3 കരുനീക്കം. നാലാമത്തത് കൈതവം. കൈതവം. ആരും ടെക്സ്റ്റ് നോട്ടൊന്നും നോക്കല്ലേ. കൈതവം. എത്രാമത്തെ? 3 കരുനീക്കം. 4 കൈതവം. എന്തേ എഡ്വിൻ എഴുതിയോ? ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടിരിക്കുന്നതാണോ? അപ്പൊ നാലാമത്തത് കൈതവം. ഒന്നുകൂടി പറയാ. ഫസ്റ്റ് വൺ അർത്ഥം എഴുതാനാണ്. അതിൽ 1 ആർത്തൻ, 2 ശതാബ്ദം, 3 കരുനീക്കം, 4 കൈതവം. രണ്ടെണ്ണം കൂടെ പറയുന്നുണ്ട്. തൂമ. അഞ്ചാമത്തത് തൂമ. യെസ്, എന്ത് ഹന്ന? തൂമ. സാറും പറഞ്ഞോ. ഇനി ഒന്നുകൂടി. ഇപ്പൊ തൂമ എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് രൂക്ഷം. 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 അപ്പൊ 6 എണ്ണാണ് അർത്ഥം എഴുതാൻ. ആര് നോക്കി എഴുതരുതേ. രൂക്ഷം. രൂക്ഷം എഴുതിയോ? അപ്പൊ 6 എണ്ണത്തിന് എത്ര മാർക്ക്? 3 മാർക്ക്. ഓക്കെ, അപ്പൊ 6 ശരിയായാല് ഇത് 2 പാഠത്തിൽ നിന്നുമില്ല. അതെ, 2 പാഠത്തിനുണ്ട് അർത്ഥം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ 2 പാഠത്തിനും ഇല്ലേ? മനസ്സിലായിട്ടില്ലായിരിക്കും. അപ്പോ അതില് 6 എണ്ണ പറഞ്ഞത്. അതിന് 3 മാർക്ക്, അര മാർക്ക് വീതം 6. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പര്യായ പദമാണ്. പര്യായ പദം എഴുതാനാണ്. അതിൽ 1 പട്ടാളം. പട്ടാളം. പട്ടാളം എന്റെ കേസ് കേട്ടിട്ടില്ലേ?
എഴുതിയോ? പട്ടാളം ഇല്ല അല്ലെ? ഓക്കെ, എഴുതിക്കോ. പട്ടാളം. രണ്ട് പറഞ്ഞോട്ടെ. പര്യായം എഴുതിയോ? ഒന്നാമത്തെ. രണ്ടാമത്തത് വെണ്ണ. വെണ്ണയുടെ പര്യായ പദങ്ങൾ എഴുതണം. വെണ്ണ. ഫിനിഷായോ? വെണ്ണ. മിസ് പിന്നെ പര്യായം 2 എണ്ണം മതിയാ? 2 എണ്ണം അല്ല, 4 എണ്ണം പറയുന്നുണ്ട്. അതിലൊന്ന് അങ്ങനെയാ? ഓക്കെ ഓക്കെ. ആ 2 എണ്ണം അല്ല 3 എണ്ണാണ് എഴുതേണ്ടത്. നിങ്ങൾ 2 എണ്ണേ പഠിച്ചിട്ടുള്ളെങ്കിൽ പിന്നെ ഓക്കെ. പക്ഷെ 1 എഴുതിയാൽ അതിന് മാർക്ക് തരില്ലേ? അത് അർത്ഥമായി പോകും. അപ്പോ പട്ടാളം, 2 വെണ്ണ, 3 പറഞ്ഞോട്ടെ. കാകൻ. കാകൻ. എല്ലാരും പഠിച്ചിട്ടല്ലേ എഴുതുന്നത്? ഓക്കെ. 3 കാകൻ. നാലാമത്തത് മിസ് 4 എന്താ? നാലാമത്തത് സമരം. മിസ് നാലാമത്തെ എന്താണ്? സമരം. സമരം. മിസ് പര്യായം കഴിഞ്ഞോ? ഓക്കെ. 4 എണ്ണാണ് പര്യായ പദം. ഓരോരോ മാർക്കാണ്. ഒന്നിന് 1 മാർക്കാണ്. അപ്പോ 1 മാർക്ക് വീതമുള്ള 4 എണ്ണം. 4 മാർക്ക്. ഓക്കെ. ആദ്യത്തേന് 3 മാർക്ക്, രണ്ടാമത്തേന് 4 മാർക്ക്. അപ്പൊ ഷിസ നമ്മളിവിടെ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഷിസയും അവിടുത്തെ ഏബൽ ബിനോയ് കയറി വരുന്നതേ ഉള്ളൂ. ഓക്കെ. പേപ്പർ എടുത്ത് എഴുതുക. ടെക്സ്റ്റ് എടുക്കണ്ട ഷിസ. ഓക്കെ. ഏബൽ ബിനോയ് കേൾക്കുന്നുണ്ടോ? അപ്പോ പര്യായ പദമാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. അതിൽ ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തത് പട്ടാളം, 2 വെണ്ണ, 3 കാകൻ, 4 സമരം. ഓക്കെ. 4th വൺ കഴിഞ്ഞോ? ഫിനിഷ് ആണോ എല്ലാവർക്കും? ഇല്ല അല്ലെ? ഗ്രേസ് എന്ന് എഴുതിക്കോ, വേഗം എഴുത്. ഈ പരീക്ഷയൊക്കെ നമുക്ക് ഫുള്ള് ഇതും തോന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കുറച്ച് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നെക്സ്റ്റ് ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്, വിപരീത പദങ്ങൾ. അതില് ഒന്ന് സായുധർ. സായുധർ. ഒന്നാമത്തത് സായുധർ. 2 സായുധർ. 1. ഏതാ പറയണ്ടേ ഗ്രേസ്? പര്യായപദാണോ മോളെ? പര്യായപദത്തിൽ 1 പട്ടാളം. എഴുതിയോ? അല്ല. പിന്നെ ഏതാ മോളെ? ഇപ്പൊ പറഞ്ഞത് ഓപ്പോസിറ്റ് വേർഡ്, വിപരീത പദം. അതിൽ ഒന്നാമത്തത് സായുധർ. ഒറ്റൊന്നേ പറഞ്ഞുള്ളൂ മിസ്. സായുധർ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്. ഏബൽ ബിനോയ് ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള്.
നീ എഴുതിയോ? പിന്നെന്തേ ലേറ്റ് ആയത്? പക്ഷെ നെറ്റ് ഉണ്ടായിരുന്നില്ല, നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ അല്ലേ? അപ്പൊ ഒരു A4 ഷീറ്റ് എടുത്തോ, എഴുതിക്കോ. ഫസ്റ്റ് വൺ അർത്ഥം എഴുതാനാണ്. ഓക്കെ, അപ്പോ ഷിസ പോയോ? ഷിസ ഇല്ലേ? ആ, ഷിസ എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഓപ്പോസിറ്റ് വേർഡിൽ ഒന്ന് സായുധ, രണ്ടാമത്തെ പറഞ്ഞോട്ടെ. ഓക്കെ. മന്ദം, മന്ദം, മന്ദം. എന്തേ ഹന്ന കേട്ടില്ലേ ഹന്ന? ഓക്കെ, മന്ദം. മൂന്ന് മന്ദം എഴുതിയോ? കഠിനം, കഠിനം. അപ്പൊ ഒന്ന് സായുധർ, രണ്ട് മന്ദം, മൂന്ന് കഠിനം, നാല് പുകഴ്ത്തുക. നാലെണ്ണാണ് പുകഴ്ത്തുക നാലാമത്തത്. എന്തേ മുഹമ്മദേ, ഒന്നുകൂടി പറയണോ? മോനെ ഏബലെ, ആദ്യത്തെ അർത്ഥം എഴുതാനാണ്. അതിലൊന്ന് ഏബലും ഷിസയും കേൾക്കുക. ഷിസ ഇങ്ങോട്ട് നോക്കണ്ട, നീ സ്വന്തം എഴുതിയാ മതി. ആ ലെഫ്റ്റ് സൈഡ് നോക്കണ്ട. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ആർത്തൻ. അർത്ഥം എഴുതാനുള്ളത് ഒന്നാമത്തത് ആർത്തൻ. ഒന്നുകൂടി പറയാണ് അവർക്ക് വേണ്ടിയിട്ട്. ഒന്ന് അർത്ഥം എഴുതാൻ ആർത്തൻ. ആർത്തൻ എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം. നെക്സ്റ്റ് വൺ നിങ്ങൾ അവിടെ എഴുതി വെച്ചോ, ആർത്തൻ. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് എഴുതാ വേഗം. നെക്സ്റ്റ് ശതാബ്ദം. മൂന്ന് കരുനീക്കം. നാല് കൈതവം. അഞ്ചെന്താ പറഞ്ഞ ഞാൻ? രൂക്ഷം അല്ലെ? ഏത്? തൂമ. ഓക്കെ, തൂമ. 5 തൂമ, 6 രൂക്ഷം. ഇത്രയും അർത്ഥാണ് പറഞ്ഞിന്. എന്തേ ഗോഡ്വിൻ പറഞ്ഞോ? മിസ്, എനിക്ക് കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഇനിയും കിട്ടിയില്ല അല്ലെ? ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം ഇത് ഞാനത് നോക്കി വിടാം. അത് നോക്കി വിടാം. ഇപ്പോഴത്തെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നെ. മിസ്, രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തത് ശതാബ്ദം. ശതാബ്ദം. ഓക്കെ, ഓപ്പോസിറ്റ് വേർഡ് 4 എണ്ണല്ലേ പറഞ്ഞത് നമ്മള്? 2 മാർക്ക്. 4 എണ്ണത്തിന് 2 മാർക്ക്. നിങ്ങൾ നോക്കണ്ടേയാണ്, അതുകൊണ്ട് മാർക്ക് എഴുതി വെച്ചോ. അപ്പൊ 4 എണ്ണവും ശരിയായാലും 2 മാർക്ക്. എന്ത് മോളെ എന്നാ? വിപരീത പദത്തിനാണോ 2 മാർക്ക്? ആ, 2 മാർക്ക്. അപ്പൊ ആദ്യത്തേന് നമ്മൾ 6 അർത്ഥം എഴുതിയതിന് 3 മാർക്കാ പറഞ്ഞിന്. അരമാർക്ക് വീതം ഒന്നിന്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ശരിയായ അരമാർക്ക്, രണ്ടിന് ശരിയായ 1 മാർക്ക്, അങ്ങനെ 6 എണ്ണത്തിന് 3 മാർക്ക്. പിന്നെ ഓക്കെ, പറഞ്ഞോ. അരമാർക്ക് വീതം. പര്യായത്തിന് 1 മാർക്ക് ഉണ്ട്, കാരണം നിങ്ങൾ കുറച്ച് അധികം എഴുതുന്നില്ലേ. 4 എണ്ണത്തിന് 4 മാർക്ക്. അർത്ഥത്തിന് അരമാർക്ക് വീതം 3 മാർക്ക്. 6 എണ്ണം ശരിയായാലും 3 മാർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ 3, 4 അരമാർക്ക് വീതം. 4 എണ്ണത്തിന് 2 മാർക്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ 3 മാർക്കിന്റെ ആദ്യത്തെ പറഞ്ഞു, രണ്ടാമത്തെ 4 മാർക്കിന്റെ പറഞ്ഞു, മൂന്നാമത്തെ 2 മാർക്കിന്റെ പറഞ്ഞു അല്ലെ? ശരിയായാല് 4 എണ്ണത്തിന് 2 മാർക്ക്. എന്താണ് സായികൃഷ്ണ? അൺമ്യൂട്ട് ചെയ്ത് പറ അല്ലേ? ഒന്നുമില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് വേർഡിന് സായുധർ എന്നുള്ളത് ശരിയായാൽ നിങ്ങൾക്ക് അരമാർക്ക് കിട്ടി. അടുത്ത മന്ദം എന്നുള്ളതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടി? 1 മാർക്കായി.
നെക്സ്റ്റ് കഠിനം അല്ലെ, കഠിനത്തിന്റെ എഴുതിയിട്ടുണ്ടെങ്കിൽ 1.5 ആയി. അപ്പൊ ഇപ്പൊ പുകഴ്ത്തുക തെറ്റാണെങ്കിലോ 1/2 മാർക്ക് കുറഞ്ഞു. ഓക്കെ, അപ്പൊ തെറ്റിക്കാതെ എഴുതുക. അപ്പൊ അടുത്തത് എന്താണെന്നറിയോ? വാക്യത്തിൽ പ്രയോഗിക്കുക. ലേബലൊന്നും എഴുതിയിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ ഇനി ആദ്യം ഒന്നുകൂടി പറയണ്ടേ ലേബലേ? ഇനി ഏതാ പറയണ്ടേ ലേബലേ? ആർത്തൻ, ശതാബ്ദം, കരുനീക്കം. മൂന്നാമത്തത് കരുനീക്കം, അർത്ഥം എഴുതേണ്ടത്. നാലാമത്തത് കൈതവം. എഴുതി വെക്ക അവിടെ, ആൻസർ എഴുതാ നിങ്ങൾക്ക് പിന്നീട്. അപ്പൊ വാക്യത്തെ പ്രയോഗിക്കുന്നതിന് ഒന്നാമത്തത് എഴുതിക്കോ, അടിച്ചൊതുക്കുക. അടിച്ചൊതുക്കുക. അതിലെ എന്തായി? അതിലെ പഠിച്ചില്ലേ? അതിലിന്ന് എന്താ പറഞ്ഞത്? അടിച്ചൊതുക്കുക. വാക്യത്തെ പ്രയോഗിക്കുക. അടിച്ചൊതുക്കുക. ഇപ്പൊ ഉണ്ടല്ലോ ലേബലേ, ആദ്യത്തെ ഏതാണ്ട് ഇപ്പൊ മിസ് പറയുന്നത് എഴുതുക. എനിക്ക് രണ്ടാമത് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടി പറയാം. ഓക്കെ, ഇപ്പൊ വാക്യത്തെ പ്രയോഗിക്കുക. ഒന്നാമത്തത് അടിച്ചൊതുക്കുക. എഴുതിയല്ലേ? നെക്സ്റ്റ് വൺ, നിയമവിരുദ്ധമായി. ഇല്ല അല്ലെ, എഴുതിയില്ല. എഴുതിക്കോ. ഒന്ന് അടിച്ചൊതുക്കുക. എന്നാണ് മിസ് രണ്ടാമത്തെ? നിയമവിരുദ്ധമായി. നിയമവിരുദ്ധമായി വാക്യത്തെ പ്രയോഗിക്കുന്നതില് രണ്ടാമത്തെ. ഗ്രേസേ കേട്ടില്ലേ? സ്റ്റക്കായോ? അപ്പൊ വാക്യത്തെ പ്രയോഗിക്കുന്നതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് അടിച്ചൊതുക്കുക, രണ്ടാമത്തത് നിയമവിരുദ്ധമായി. ഗ്രേസേ കേൾക്കുന്നുണ്ടോ? ഗ്രേസേ അതിലൊന്നും എഴുതാതെ അവിടെ ഇരിക്കാനല്ലേ അതിലെ? ഗോഡ്വിൻ എഴുതിയോ? ഗോഡ്വിൻ അല്ല, എഡ്വിൻ എഴുതിയോ മോനെ? ഓക്കെ, എഴുതി കഴിഞ്ഞു. വാക്യത്തെ പ്രയോഗിക്കുക എഴുതി കഴിഞ്ഞോ? എല്ലാം എഴുതി. നിയമവിരുദ്ധമായി. നിയമവിരുദ്ധമായി. എഡ്വിൻ ഇതുവരെ ഇല്ലല്ലോ? എഴുതിയോ? ഇത്ര വേഗം എഴുതിയോ? ഓക്കെ, വാക്യത്തെ പ്രയോഗിക്കാനാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. മനസ്സിലായില്ലേ എങ്ങനെയാ ക്വസ്റ്റ്യന്? ഇപ്പൊ രണ്ടെണ്ണത്തിന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 1.5 മാർക്കാണ് ഒന്നിന്. 1.5 മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയിൽ എഴുതുക. 1.5 മാർക്ക് കിട്ടും. ഇപ്പൊ 3 മാർക്ക്. ഇപ്പൊ 3 4 3 7 2 9 3 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ഇതുവരെ. എഴുതിയോ ഏബലേ? ഇത് രണ്ടും എഴുതിയോ? എഴുതിയില്ലേ? എന്നിട്ട് വേണം ആൻസർ എഴുതിയില്ല. ആൻസർ അറിയില്ലേ? മിസ് വാക്യത്തിൽ 2 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ? രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അടിച്ചൊതുക്കുക, 2 നിയമവിരുദ്ധമായി. ഇതിന് 2 എണ്ണം ശരിയായി 3 മാർക്ക് അല്ലേ? 3 മാർക്ക്. 2 മാർക്ക്. 2 എണ്ണം ശരിയായ 1.5 1.5 3 മാർക്ക്. ഒന്ന് ശരിയായ 1.5 മാർക്ക്. ഓക്കെ, ഫിനിഷ് ആണോ? 2 എണ്ണം എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? ലക്ഷ്മിപ്രിയ കഴിഞ്ഞോ? ഓക്കെ,
അപ്പോ അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് അതിൽ ഒന്നാമത്തത് പറയട്ടെ, അധികം വേണ്ട അല്ലെ നിങ്ങൾക്ക്. 16 മാർക്കിന്റെ ആക്കാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ പോരെ, മതി അല്ലേ? സമയത്രല്ലേ ഉള്ളൂ. 20 മാർക്കിന്റെ ആക്കണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് സമയം തികയില്ല. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? ഗ്രേസ് എഴുതിയോ? വാക്യത്തെ പ്രയോഗിക്കുക 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഗ്രേസ് ക്വസ്റ്റ്യൻ പറയണോ? ഒന്നുകൂടി വാക്യത്തെ പ്രയോഗിക്കുന്നത് പറയണോ? അതിന്റെ അടിയിൽ നീ പോയി, അതുകൊണ്ടാ ചോദിച്ചത്. മിസ് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻ പറഞ്ഞതിനും കൂടിയും ഫസ്റ്റ് ഉണ്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയോ? നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത പറഞ്ഞോട്ടെ. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, 2 എണ്ണത്തിന് 2 മാർക്ക് വീതമാണ്. അപ്പൊ 4 എണ്ണം, 4 മാർക്ക് 2 എണ്ണത്തിന്. ഓക്കെ. അപ്പോ ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? ആഹ്വാനം നൽകുക പറഞ്ഞ വിളംബരം നൽകുക. അതായത് മുന്നറിയിപ്പ്, നേരത്തെ പറയുന്ന ആഹ്വാനം വിളംബരം ചെയ്യും. ആഹ്വാനം നൽകാൻ കാരണമെന്ത്? പഠിച്ചിട്ടില്ലേ മുഹമ്മദേ? അപ്പൊ ടോട്ടല് 16 അല്ലെ? 16 മാർക്കിലാണ്. അപ്പൊ അതില് അത്രേ വേണ്ടു നിങ്ങൾക്ക്. 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുവോ അത് നിങ്ങൾ നോക്കിയിട്ട് സെൻഡ് ചെയ്ത് തരും. അപ്പോ നോക്കാൻ അറിയില്ലേ? ഗ്രൂപ്പിലല്ല, ആ പേഴ്സണലി നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി കേട്ടോ മോനെ. മോനൊരു കാര്യം ചെയ്യണം, ഏബിലെ ആദ്യം കേറിയില്ലല്ലോ. അപ്പൊ ഇപ്പം തന്നെ ഞാൻ ഇതിടണോ? എക്സാമിൻ്റെത് ഇട്ടുതരാം അല്ലെ? ഗ്രൂപ്പിൽ എന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതാം. ഓക്കെ. എഴുതി കഴിഞ്ഞിട്ട് എന്റെ പേഴ്സണൽ നമ്പറിൽ സെൻഡ് ചെയ്യണം കേട്ടോ. ഷിസിയും ഏബൽ ബിനോയും കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറിയത് ക്ലാസ്സിൽ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? 2 ക്വസ്റ്റ്യനാണ്. അപ്പോ ഒന്നുകൂടി വേണമെങ്കിൽ ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. നോക്കിക്കോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ,
അർത്ഥം എഴുതാനാണ്. അതിലൊന്ന് മിസ് ആർത്തൻ. എത്ര മാർക്കാ? 2 മാർക്ക് ഒന്നിന്. ഓക്കെ, 4 മാർക്ക് ഉണ്ട്. അപ്പൊ ടോട്ടൽ 16 മാർക്ക്. മാർക്കല്ലേ? 2 ക്വസ്റ്റ്യനും കൂടെ 4 മാർക്കല്ലേ? ആ, 2 ക്വസ്റ്റ്യനും കൂടി 4 മാർക്ക്. ഓക്കെ, 2 ശരിയായാല് 4 മാർക്ക്. മിസ് തന്നെ ചെക്ക് ചെയ്താൽ മതി. അതാ നല്ലത്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാലേ എനിക്ക് സൗകര്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. അതാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യും? അക്ഷരത്തിൽ തെറ്റുന്നില്ല അത് എഴുതാൻ ശ്രമിക്കും, അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? നീലം കൃഷിക്കാരോടുള്ള ഒന്നാമത്തെ നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എന്തായിരുന്നു? രണ്ടാമത്തത് ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും ഞാൻ ഏതും ഇട്ടിട്ടില്ല, സമയമില്ല നമുക്ക്, അത്രയേ ഉള്ളൂ. 4-5 മാർക്കെങ്കിലും കുറയും മിസ്സേ. 4-5 മാർക്കെങ്കിലും കുറയും. എന്തുകൊണ്ട് പഠിക്കാത്തോണ്ടല്ലേ? കുറച്ചെല്ലാം പഠിച്ചു മിസ്സേ. കുറച്ച് പഠിച്ചപ്പോ എല്ലാം പഠിക്കണ്ടേ? അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാൻ വേണമെങ്കിൽ അർത്ഥം മുതല്. ആർത്തൻ, ശതാബ്ദം, കരുനീക്കം, കൈതവം, തൂമ, രൂക്ഷം. ഇത്രയും വേർഡ്സ് ആണ് അർത്ഥം എഴുതാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പര്യായപദമാണ് പറഞ്ഞത്. 1 പട്ടാളം, 2 വെണ്ണ, 3 കാകൻ, 4 സമരം. അടുത്തത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അതിലൊന്ന് സായുധർ, 2 മന്ദം, 3 കഠിനം, 4 പുകഴ്ത്തുക. പിന്നീട് പറഞ്ഞത് വാക്യത്തെ പ്രയോഗിക്കുകയാണ്. അതിലൊന്ന് അടിച്ചൊതുക്കുക, 2 നിയമവിരുദ്ധമായി. അടുത്തത് ഉത്തരം എഴുതുകയാണ്. അതിലൊന്ന് നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണമെന്ത്? മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? നല്ല പോലെ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഓക്കെ, കഴിഞ്ഞോ എല്ലാവർക്കും? ചെയ്തോ, എന്നാലും ഞാൻ ചെയ്യും. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. നിങ്ങൾ ഇട്ട മാർക്ക് ഇപ്പോ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. നിങ്ങൾ ചെയ്തോ, ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ കേട്ടോ. ഇനി പറ്റാത്തവരുണ്ടെങ്കിൽ മിസ്സിനെ സെൻഡ് ചെയ്ത് തന്നെ കേട്ടോ. ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 പേരാണ് എക്സാം എഴുതിയത്. അല്ല 8 അല്ല 9. ഷിസ പോയോ? 9 പേരാണ് എഴുതിയത്. അപ്പൊ അത് അവരതല്ലേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ സമയം കഴിയാറായി അല്ലേ? എഴുതി കഴിഞ്ഞോ എല്ലാവർക്കും? മിസ്സേ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ആര്? സെൻഡ് ചെയ്തോ? ഓക്കെ, അപ്പൊ സായി കൃഷ്ണ, ഹന്ന റോസ്, ഗ്രേസ്, അതുൽ, എഡ്വിൻ, ഏബൽ ബിനോയ്, മുഹമ്മദ് കെ, ലക്ഷ്മിപ്രിയ, ഫാത്തിമ. അത്രയല്ലേ ഉള്ളൂ ആളുകൾ, കുട്ടികള്. ഓക്കെ, ബൈ. മിസ്സിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോ. പിന്നെ മിസ് എന്റെ പേഴ്സണൽ ആയിട്ട് ഒരു വോയിസ് ഇട്ടിട്ട് അതെന്നാ മിസ്സേ? ഏതാടാ? നീ വായിച്ചതിൽ തെറ്റുണ്ടെന്ന്. രാഷ്ട്രീയമല്ല രാഷ്ട്രം. ഏതൊരു രാഷ്ട്രീയത്തിന്റെയും അല്ല, ഏതൊരു രാഷ്ട്രത്തിന്റെയും വികസനത്തിന്റെ രഹസ്യം എന്നാണ് ഫസ്റ്റ് നമ്മുടെ. അതാണ് അതിട്ടത്. ദേവപ്രിയ ഇപ്പം ഗുഡ് മോർണിംഗ് ആണോ? ഓക്കെ, അപ്പൊ നീയാണോ ഇവിടെ തച്ച് പരിക്കേൽപ്പിച്ചത്?
അല്ല ഓക്കെ. ഈ പറഞ്ഞതിലൊരു കാര്യം മിസ്സേ പരീക്ഷയ്ക്ക് അപ്പൊ നിങ്ങൾ ഏതൊരു രാഷ്ട്രത്തിന്റെയും ഇതിന് പിന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടുണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്തതാണ് മുഹമ്മദ് കേട്ടോ, മെസ്സേജ് ഇട്ടത്. ഓക്കെ എന്നാലേ ബൈ ബൈ ദേവപ്രിയ, ബൈ, സി യു. ഓക്കെ, എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ ക്രിസ്മസ്. ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം അല്ലേ ഇനി. ഓക്കെ, ബൈ. അമ്മ എങ്ങനെ ആഘോഷിക്കല്? നിങ്ങൾക്കില്ലേ ആഘോഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ആഘോഷിക്കാം. ഇവര് ഹന്ന വിളിക്കുന്നില്ല, നമ്മളെ ഏബിൾ ബിനോയ് വിളിക്കുന്നില്ല അല്ലെ, ഗ്രേസ് വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. പിന്നെ ആരാ? ആരും വിളിക്കൂല, അവരെല്ലാം അങ്ങനെയായി. ആ ഓക്കെ, എന്നാൽ ഞാൻ പലതവണ ഓർമ്മിച്ചു മുഹമ്മദെ, എന്നിട്ടും വിളിക്കുന്നില്ല. ഓക്കെ, ബൈ. ആര്? ഏബിൾ ബിനോയ് വിളിക്കുന്നുണ്ടോ? അതെ അല്ലേ. ഓക്കെ, ബൈ. ടീച്ചറെ വിട്ടിട്ട് തൊട്ടടുത്താണ്. ആര്? ഏബിൾ ബിനോയോ? എവിടെ? ഞാൻ പുൽക്കൂടില് മറ്റേ കുറച്ച് ഇൻയൂഷനെല്ലാം തന്നോ, അത് ഓർക്കണുണ്ടോ? എനിക്ക് മനസ്സിലായില്ല മോനെ. പുൽക്കൂടില് എന്തെന്ന് വെച്ചാ പറയുന്ന ഒരു വേലയില്ലാത്തൊരു വാക്കുപോലെ. എന്തേ?